മിന്നലടിക്കുന്ന വേഗതയിൽ നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരട്ടെ. മിന്നലടിക്കുന്ന വേഗത എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന് ഭയങ്കര വേഗതയാണല്ലോ. നമ്മൾ ആ പറഞ്ഞ കാര്യം, ഉദ്ദേശിച്ച കാര്യം അത്ര വേഗതയിൽ നമ്മളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച എന്ന മഹത്തായ ഇസ്മ അസ്മാഉൽ ഹുസ്ന ചെറിയ സംഗതിയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഈ ഇസ്മ നമ്മളൊന്ന് കൈമുതലാക്കി വെക്കണം. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ച ഇസ്മുകളിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മ കൂടിയാണ്. ഏതാണെന്ന് കേട്ടു നോക്കാം. ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക മാത്രമല്ല, 11ഓളം വരുന്ന വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന മഹത്തായ ഒരു ഇസ്മാണിത്. കേവലം ചുരുങ്ങിയ എണ്ണം ചൊല്ലിയാൽ തന്നെ ഒരു 100 അല്ലെങ്കിൽ 50 എത്രയാണോ പറ്റുന്നത്, ചുരുങ്ങിയ എണ്ണമാണ് ജീവിതത്തിൽ ചൊല്ലുന്നത് എങ്കിൽ തന്നെ 11ഓളം വരുന്ന വലിയ വമ്പൻ നേട്ടങ്ങൾ ലഭിക്കുന്ന മഹത്തായ ഒരു ഇസ്മ. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വെറുതെ കേട്ടങ്ങ് പോയാൽ പോരാ. ഇൻഷാ അല്ലാഹ് ഒരു 10 ചൊല്ലാൻ അള്ളാഹുവെ തൗഫീഖ് നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകട്ടെ. എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഒരു പച്ച പിടിച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് മെനയായി കിട്ടുന്നില്ല എന്ന് സങ്കടം കൽബിലുള്ളവരാണ് എങ്കിൽ ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മ നമുക്കുള്ളതാണ്. കാരണം ഇത് ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം കളർഫുള്ളാകുമെന്ന് മാത്രമല്ല, അവരെങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത്, എങ്ങനെ ജീവിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിലേക്ക് അവരുടെ ജീവിതം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന ശ്രേഷ്ഠമായ ഒരു ഇസ്മ അള്ളാഹു നമുക്ക് പതിവാക്കാൻ അവസരം നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതും എത്രയോ മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, നിരന്തരം നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അല്ലാഹു എല്ലാവർക്കും ഖൈറ് നൽകട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു അമലാണ് അല്ലേ. നമ്മൾ ഈ കേൾക്കുന്നത് ഒരു അമലാണല്ലോ, ഒരു ഇബാദത്താണല്ലോ. കാരണം ഇൽമാണ്, അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് കേൾക്കുന്നത്, ഖുർആനാണ്, അതുപോലെ ദിക്റുകളാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കൂലിയുണ്ട്. അതുപോലെ കൂലി ലഭിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ആ ഷെയർ ബട്ടൺ ഞെക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം എന്തേ, അത് കൂലി ഇബാദത്താണ് പറയാൻ കാരണം നമ്മൾ ആ എത്തിച്ചു കൊടുക്കുന്നത് ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു മുഅ്മിൻ അത് ഓപ്പണാക്കി കേട്ട് കഴിഞ്ഞാൽ അവർ കേട്ടതിൻ്റെ കൂലി കൂടി നമുക്ക് കിട്ടും. അതായത് ഒരൊറ്റ സമയം കൊണ്ട് 2 പേര് കേട്ട കൂലി കിട്ടും. അങ്ങനെ പലരിലേക്ക് എത്തിച്ചു കൊടുത്താലോ ഒരുപാട് കൂലി കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റിയ ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ നമുക്ക് പെട്ടെന്ന് ചൊല്ലാൻ എളുപ്പമുള്ള ഇസ്മുകൾ ആണ് എന്ത്, അസ്മാഉൽ ഹുസ്നയുടെ മുഴുവൻ ഇസ്മുകളും. യാ അല്ലാഹു ജല്ല ജലാലു, യാ റഹ്മാനു ജല്ല ജലാലു, യാ റഹീമു ജല്ല ജലാലു, യാ മലിക്കു ജല്ല ജലാലു. ജല്ല ജലാലു കൂട്ടിയതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ യാ അല്ലാഹു, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്കു, യാ ഖുദ്ദൂസു, യാ സലാമു, ഇങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് ചൊല്ലാൻ എളുപ്പമുണ്ട്. ഇനി യാ അല്ലാഹു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, ഇങ്ങനെ എന്ത് ചെയ്യുക, യാ അല്ലാഹ് ചേർത്ത് ചൊല്ലാം. ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലാറുണ്ട് അല്ലേ. എളുപ്പം ഏതാണോ ആ രൂപത്തിൽ ചെല്ലുക. ഇതിനൊന്നുമില്ല യാ അല്ലാഹു, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്കു, ഇങ്ങനത്തെ പേര് മാത്രം വിളിച്ചിട്ടും ചൊല്ലാം. എങ്ങനെയും ചൊല്ലാം. നമുക്ക് ചൊല്ലാൻ എളുപ്പമുള്ള ഇസ്മുകളാണ്. ഈ ഇസ്മുകളുടെ കൂട്ടത്തിൽ ഒരു പവർഫുള്ളായ ഇസ്മുണ്ടല്ലോ, ഇസ്മുൽ അഅ്ലം ഇല്ലേ. നമ്മൾ എന്ത് ചോദിച്ചാലും ഇസ്മുൽ അഅ്ലം ചൊല്ലിയിട്ട് എനിക്ക് പറക്കണം എന്ന ആഗ്രഹം പറഞ്ഞാൽ ആ ആഗ്രഹം പൂവണിഞ്ഞു കിട്ടും, സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച, മുത്തുനബി തങ്ങൾ അത്ര ശ്രേഷ്ഠമായി പഠിപ്പിച്ച ഒരു ഇസ്മാണ് ഇസ്മുൽ അഅ്ലം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മ. ആ ഇസ്മുൽ അഅ്ലം പക്ഷെ ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല അല്ലേ. ഏതാണെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. ഏതുമാകാൻ സാധ്യതയുണ്ട്. ചിലർ പറഞ്ഞ അള്ളാഹു എന്ന പദമാണ്, ചിലർ പറഞ്ഞ അർ-റഹ്മാൻ എന്ന പദമാണ്, ചിലർ പറഞ്ഞ ഹയ്യുൽ ഖയ്യൂം എന്ന പദമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ ഇസ്മുകളെ സൂചിപ്പിച്ച് പറഞ്ഞ മഹാന്മാരുണ്ട്. മുത്തുനബി തങ്ങളും പല സൂചനകളും നൽകിയിട്ടുണ്ട്. എന്തായാലും ഏതാണ് എന്ന് കൺഫേം ആക്കി പറഞ്ഞു തന്നിട്ടില്ല. കാരണം എന്തേ, അസ്മാഉൽ ഹുസ്നയുടെ എല്ലാ ഇസ്മുകൾക്കും പവറുണ്ട്. അപ്പോൾ ആ ഇസ്മുകളെല്ലാം പരിഗണിക്കാനും എല്ലാം ചൊല്ലാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അങ്ങനെ ഏതാണ് എന്ന് എടുത്തു പറയാതിരുന്നത്. എന്നാൽ ഈ ഇസ്മുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ഇസ്മുൽ അഅ്ലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ ഇസ്മുകളും ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഈ കൂട്ടത്തിൽ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തുകൾപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹുവിനെ വിശദീകരിക്കുന്ന ഒരു സൂറത്താണ് അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിൽ അള്ളാഹു എന്ന പദമുണ്ട്, അള്ളാഹുവിൻ്റെ പേരും, അഹദ് എന്ന പദമുണ്ട്. ഇത് രണ്ടുമല്ല നമ്മളുടെ ചർച്ചാ വിഷയം. മറിച്ച് അള്ളാഹു സ്വമദ് എന്ന പദമാണ്.
സ്വമദ് എന്ന പദം നിരാശ്രയൻ എന്നാണ്, ആരെയും ആശ്രയിക്കാത്തവൻ. അതായത് എല്ലാവരും അവനിലേക്കാണ് ആശ്രയിക്കുന്നത്. നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യമെന്ന് നമ്മൾ തിരിയുന്ന ആരിലേക്കാ? വജ്ജഹത്തു വജ്ഹിയലില്ലാഹി, അള്ളാഹുവിലേക്കാണ് അല്ലേ നമ്മൾ തിരിയുന്നത്. അപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്ന ആ ഒരു അള്ളാഹ്, ഇലാഹ്, അത് സ്വമദായ അള്ളാഹുവാണ്. അപ്പോൾ ആ ഒരു വിളിയാണ് എന്ത് ചെയ്തത്? യാ സ്വമദു, യാ സ്വമദു യാ അള്ളാഹ്. എന്താവശ്യം മുന്നിൽ കരുതിക്കൊണ്ട് ഒരു 100 തവണ യാ സ്വമദു യാ അള്ളാഹ് എന്നൊരാൾക്ക് വിളിക്കാൻ പറ്റിയാൽ ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന. ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്കി. നമ്മുടെ ജീവിതത്തിൽ ഉള്ള നിറവേറാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിരന്തരം ഇതങ്ങ് പതിവാക്കുക ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് ചൊല്ലി കിട്ടിയില്ലല്ലോ, ഞാൻ ചൊല്ലിയിട്ട് കിട്ടിയില്ലല്ലോ, കിട്ടൂലല്ലോ, അതന്നെ ചൊല്ലിയിട്ട് കിട്ടണമെങ്കിൽ അതൊന്ന് പതിവാക്കണം. ഇപ്പോൾ നമ്മൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഞാൻ പതിവാക്കുമെന്ന് നല്ല നീയത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങി, ചിലപ്പോൾ ആ ദിവസം തന്നെ ആ കാര്യം നടക്കും. അങ്ങനെയുണ്ട്. നമ്മുടെ ഖൽബിലെ നീയത്ത് എന്താണോ അത് അങ്ങോട്ട് റബ്ബ് പൂർത്തിയാക്കി തരുമെന്ന. ഇപ്പം ഞാനിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, ചൊല്ലിയിട്ട് എനിക്ക് കാര്യം നടന്നു കഴിഞ്ഞാൽ നിർത്തണം എന്ന നീയത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ മരിക്കുവോളം ചൊല്ലേണ്ടി വരും. ചിലപ്പോൾ കാര്യം നടക്കൂല. എന്നാലോ ഒരു മുൻവിധിയുമില്ലാതെ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഞാൻ എൻ്റെ ഈ ഒരു ദിക്ർ പതിവാക്കും, എൻ്റെ ഔറാദുകളുടെ കൂട്ടത്തിൽ ഞാനിത് പതിവാക്കും എന്ന നീയത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ ഒരു 33 ചെല്ലാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി 100 ചെല്ലാൻ പറ്റും. വലിയ പാടൊന്നുമില്ല, വലിയ സമയമൊന്നും എടുക്കൂല, 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, അത്ര തന്നെ എടുക്കൂല. യാ സ്വമദു യാ സ്വമദു യാ സ്വമദു യാ സ്വമദു. ഇനി യാ സ്വമദു യാ അള്ളാഹ് എന്ന് ചേർത്ത് ചെല്ലാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എന്നാലും സമയമുണ്ട്. യാ സ്വമദു യാ അള്ളാഹ്, യാ സ്വമദു യാ അള്ളാഹ്, യാ സ്വമദു യാ അള്ളാഹ്, ഇങ്ങനെ ചൊല്ലി തീർക്കാൻ നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലി തീർക്കുന്ന ആ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇത് ചൊല്ലി തീർക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇനി ഞാൻ പതിവാക്കും എന്ന നിയത്തിൽ അങ്ങോട്ട് ചൊല്ലി. എന്നാൽ ചിലപ്പോൾ ആ ആദ്യ ദിവസം തന്നെ നമ്മൾ ആ മനസ്സിൽ കരുതിയ മുറാദിനെ അള്ളാഹു പൂർത്തീകരിച്ച് നൽകും. അതാണ് റബ്ബ് നീയത്ത് നോക്കിയിട്ടാണ് പരിഗണിക്കുക എന്ന് പറയാൻ കാരണം. ഇനി ഈ സ്വമദ് യാ അള്ളാഹ്, അപ്പോൾ നമുക്കറിയാം ഇത് 100 തവണ നിരന്തരം ചൊല്ലുന്ന ആളുകൾ അവർ ഈ ദിക്ർ മുൻനിർത്തിയിട്ട് ചോദിച്ചാൽ അവരുടെ ആവശ്യം തീ പാറുന്ന വേഗതയിൽ, മിന്നലടിക്കുന്ന വേഗതയിൽ അവർക്ക് നടന്നു കിട്ടും എന്ന് പറഞ്ഞു. ഇനി ഇത് ചൊല്ലിയാൽ കിട്ടുന്ന ആളുകൾക്ക് 11 വരുന്ന നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു വിടാം ഇൻഷാ അല്ലാഹ്. 11 വരുന്ന നേട്ടം. 1, വിഭവ സമൃദ്ധമായ ഭക്ഷണം അള്ളാഹു അവർക്ക് നൽകും. വിഭവ സമൃദ്ധം വെച്ചാൽ റിസ്കിൽ അള്ളാഹുവോട് വിശാലത ചെയ്തു കൊടുക്കുന്നു. ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല. 1ാമത്തെ നേട്ടം. 2, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആയുസ്സിൽ വർധന വിട്ടു കൊടുക്കും. ആയുസ് ചുരുങ്ങിപ്പോയി പെട്ടെന്നുള്ള മരണം അള്ളാഹു കൊടുക്കൂല. നല്ല ആയുസ് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തികൾക്ക് ഇട്ടുകൊടുക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി അധികരിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മക്കളെയും കുടുംബാദികളെയൊക്കെ ചെല്ലാൻ അത് പ്രേരിപ്പിക്കുക കേട്ടോ. ആയുസ് വർദ്ധിച്ചു കിട്ടും. 3ാമത്തെ സംഗതി, ജനഹൃദയങ്ങളിൽ ഒരു സ്വീകാര്യത ഉണ്ടാവും. ജനങ്ങൾ നമ്മളെപ്പറ്റി ഒരു മോശം പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. മരിച്ചു കഴിയുമ്പോൾ നല്ല മനുഷ്യനായിരുന്നു, അല്ല ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ശരി പോയി കിട്ടി എന്ന് പറയുന്ന അവസ്ഥ, അങ്ങനെയല്ല. മറിച്ച് നല്ല വ്യക്തിയാണ് എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു സമ്മതം അള്ളാഹു ഇട്ടുകൊടുക്കും. 3ാമത്തേതാണ്. 4ാമത്തത്, അക്രമകാരികളായ ആളുകളിൽ നിന്നും അള്ളാഹു രക്ഷ കൊടുക്കും. ആക്രമിക്കാൻ വരുന്ന ഒരാളും ഈ വ്യക്തിയെ എന്ത് ചെയ്യില്ല, ആക്രമിക്കാൻ നിൽക്കൂല. കാരണം അയാളുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും അയാളെ പേടിച്ച് അവർ പിന്തിരിഞ്ഞോടും. അത്തരത്തിൽ അള്ളാഹു ഒരു ഹൈബത്തും വക്കാറും ഇട്ട് കൊടുക്കും, അക്രമകാരികളിൽ നിന്നും രക്ഷ കൊടുക്കും. 5ാമത്തെ സംഗതി പറഞ്ഞാൽ അകവും പുറവും ശുദ്ധിയാവും. അതായത് നമ്മൾ പൊതുവെ പുറമേ ശുദ്ധിയാക്കാറുണ്ട്, കുളിച്ച് വൃത്തിയായി നടക്കാറ്. പക്ഷേ ഉള്ളു മൊത്തം പൊള്ളയായിരിക്കും അല്ലേ, ഉള്ളു മാലിന്യമായിരിക്കും. എന്നാൽ ഈ ഒരു ദിക്ർ പതിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അള്ളാഹുവിന് ദിക്ർ ചെല്ലുന്ന ആളുകൾ വലിയ ഇഷ്ടമാണല്ലോ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അവരുടെ ഉള്ളും പുറവും നന്നാക്കി കൊടുക്കും. ഉള്ളും റാഹത്താണ്, പുറവും എന്താണ്, റാഹത്തായിരിക്കും. 5ാമത്തതാണ്. 6ാമത് അവർക്ക് കിട്ടുന്ന നേട്ടം എന്താ, ജീവിതത്തിൽ ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയും വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കും. എന്തൊക്കെ ഖൈറുകൾ അയാൾക്ക് ആവശ്യമുണ്ടോ ആ ഖൈറുകളുടെ മുഴുവൻ വാതിലുകൾ തുറന്നു കൊടുക്കും. അതുപോലെ തന്നെ കൊടുത്ത ഖൈറുകൾക്കൊക്കെ അള്ളാഹു ബറക്കത്ത് വിട്ടു കൊടുക്കും. സമ്പാദ്യം കൊടുക്കും, സമ്പത്തിൽ ബർക്കത്ത് കൊടുക്കും. മക്കളെ കൊടുക്കും, മക്കളിൽ ബർക്കത്ത് കൊടുക്കും. വീട് കൊടുക്കും, വീട്ടിൽ ബർക്കത്ത് കൊടുക്കും. അതുപോലെ തന്നെ വാഹനം കൊടുക്കും, വാഹനത്തിൽ ബർക്കത്ത് കൊടുക്കും. ജോലിയിൽ ബർക്കത്ത്. അതുപോലെ തന്നെ ബിസിനസ് ആണെങ്കിൽ അതിൽ ബർക്കത്ത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഖൈറാത്തുകളുടെ വാതിലുകൾ മുഴുവൻ തുറക്കുകയും അതിലേക്ക് അള്ളാഹു ബറക്കത്തിൻ്റെ വാതിലുകളും തുറന്നു കൊടുക്കുകയും ചെയ്യും. 7ാമതായി അവർക്ക് കിട്ടുന്ന ഒരു നേട്ടം, അമിതമായ വിശപ്പ്. അതായത് വിശപ്പ് എന്നുള്ള സംഗതി മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക്, ഫക്കറിലേക്ക്, കുഫറിലേക്ക് കൊണ്ടെത്തിക്കുമെന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പോൾ വിശപ്പ് വല്ലാത്ത കാഠിന്യമാണ്, ഒരു വല്ലാത്ത ഇടങ്ങേറ് പിടിച്ച സംഗതിയാണ്. അമിതമായ വിശപ്പ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശപ്പിൻ്റെ ഒരു അവസ്ഥ കൊടുത്തിട്ട് എന്ത് ചെയ്യില്ല, അയാളെ പരീക്ഷിക്കൂല എന്ന്. ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവൂല. ഇനി അടുത്തത് 8ാമത്തെ സംഗതി, ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരൂല. ഒരു മേഖലയിലും ദാരിദ്ര്യം വരൂല. അത് സാമ്പത്തികമായ മേഖല മാത്രമല്ല, മാനസികമായും ദാരിദ്ര്യം കടന്നു വരൂല. ആയുസിൻ്റെ വിഷയത്തിലും വരൂല. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മേഖലയിലും ദാരിദ്ര്യം കടന്നു വരൂല. 9ാമത്തെ വിഷയം,
പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ നീങ്ങും. ഇയാളെ വ്യക്തിയിലേക്ക് വരുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും, ഇനിയിപ്പോൾ ജോലി, ഇപ്പോൾ ചില ആളുകൾ കല്യാണം അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ പല തടസ്സങ്ങൾ കൊണ്ട് മുടങ്ങുന്നുണ്ട്, ഇല്ലേ? ജോലി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ പല തടസ്സങ്ങളും കൊണ്ട് മുടങ്ങുന്നുണ്ട്. ഇങ്ങനെ പല സംഗതികളുണ്ടാവും. വീട് വെക്കാൻ ഉദ്ദേശിച്ചിട്ട് മുടങ്ങി കിടക്കുകയാണ്, വീട് വിൽക്കാൻ പറ്റാത്ത തടസ്സങ്ങളാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ പതിവാക്കിക്കോ ഇൻഷാ അല്ലാ. യാ സ്വമദു യാ അല്ലാ, യാ സ്വമദു യാ അല്ലാ, നല്ല നിയ്യത്ത് വെച്ച് പതിവാക്കിക്കോ. ആ തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടും, തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി 10ാമതായി കിട്ടുന്നത് വിവാഹം ശരിയാകാത്ത ആളുകൾ പ്രത്യേക നിയ്യത്തോടു കൂടിയിട്ട് ഈ യാ സമദു യാ അല്ലാഹ് എന്ന ദിക്ർ പതിവാക്കുകയാണെങ്കിൽ അവരുടെ വിവാഹം ഖൈറായ രൂപത്തിൽ നല്ല ഇണകളുമായി നടക്കും. നല്ല ഇണകളെ അള്ളാഹു കൊടുക്കും. സ്വാലിഹീങ്ങളായ ഇണകളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും. അപ്പോൾ വിവാഹം ശരിയാക്കാനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാ. അവർക്കൊക്കെ നല്ല ഖൈറായ ഇണകളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാ. ഇനി 11ാമതായി കിട്ടുന്ന ഒരു നേട്ടം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആഗ്രഹങ്ങൾ ശരവേഗത്തിൽ പൂവടിഞ്ഞു കിട്ടും. എത്ര ആഗ്രഹങ്ങളുണ്ടോ കൽബിൽ, അതൊക്കെ പൂർത്തിയായി കിട്ടാൻ ഈ ഒരു ഇസ്മ പതിവാക്കുക എന്നുള്ളത് ഞാൻ എടുത്തെടുത്തു പറയുന്ന ഒരു വിഷയമാണ്. നമ്മൾ പതിവാക്കുന്നതോട് കൂടിയിട്ടാണ് നമുക്കതിന് അസർ കിട്ടുക, ഫലം കിട്ടുക. അല്ല നമ്മൾ വല്ലപ്പോഴും എപ്പോഴെങ്കിലും ചൊല്ലിയിട്ട് അങ്ങോട്ട് കാര്യം നേടണം എന്ന് പറയുന്നത് അതൊരു ഒരു സ്വാർത്ഥതയല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിരന്തരം പതിവാക്കുക. റബ്ബിൻ്റെ മുമ്പിൽ റബ്ബിൻ്റെ ഇസ്മ വിളിക്കുന്നതിന് നമുക്ക് വലിയ മടിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ചമ്മലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനൊരു അലസത നമ്മുടെ ജീവിതത്തിൽ വേണ്ടല്ലോ. അത് നമ്മൾ നിരന്തരം എന്ത് ചെയ്യുക, ചൊല്ലുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ സ്വമദ്, യാ സ്വമദ് എന്നുള്ള നിരാശ്രയനായ അള്ളാഹുവേ എന്ന് വിളിക്കുമ്പോൾ അള്ളാഹുവിന് അത് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് തൻ്റെ അടിമകൾ അള്ളാഹുവിന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ, നിരാശ്രയനായ എന്നെയാണല്ലോ വിളിക്കുന്നത്, അവർക്ക് എന്നിലേക്ക് ആശ്രയമുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത്. അള്ളാഹു ആ അടിമയ്ക്ക് വേണ്ടതൊക്കെ കൊടുക്കും. ഈ പറഞ്ഞ നന്മകൾക്ക് പുറമെ റബ്ബ് സുബ്ഹാനഹു വ തആല സകല അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു വരും. അപ്പം റബ്ബിനെ ആത്മാർത്ഥമായി വിളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ, ഒരുപാട് ഇബാദത്തുകൾക്ക് അവസരം നൽകട്ടെ. യാ സ്വമദു യാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് മറന്നു പോകാതിരിക്കുക. ജീവിതത്തിൻ്റെ ഔറാദുകളുടെ കൂട്ടത്തിൽ ഈ ഒരു ദിക്റും കൂടെ ഉൾപ്പെടുത്തുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. വീഡിയോ മുഴുവനായി കേട്ടവരുണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.